അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. വളരെയധികം സന്തോഷത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ സന്ധ്യയിൽ തമ്പുരാൻ്റെ സാക്ഷിയായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. തൂത്തുക്കുടി സെന്റ് ഗ്രിഗോറിയോസ് ഇടവക അംഗസംഖ്യയിൽ ചെറുതെങ്കിലും വിശ്വാസത്തിലും സമർപ്പണത്തിലും സഭാസ്നേഹത്തിലും ശ്രേഷ്ഠമായ അനുഭവത്തോടെ മുൻപോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പ്രദേശത്ത് പല സമയത്തായി വന്നിട്ടുള്ള പലർക്കും ഈ ദേവാലയ സ്ഥാപനം മുതൽ ഒരാത്മീക അഭയമായി ഈ ദേവാലയം മാറ്റപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്പകാലത്തേക്കാണെങ്കിലും യാത്രികരായാണെങ്കിലും സ്ഥിരതാമസക്കാരായാണെങ്കിലും കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് അതിൻ്റേതായ ദിവ്യാനുഭവം പല രീതിയിൽ ലഭ്യമായിട്ടുള്ളത് പ്രാർത്ഥനയോടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123 ഓർമ്മ പെരുന്നാൾ നവംബർ 2-3 തീയതികളിലായി പരുമല സെമിനാരിയിൽ കൊണ്ടാടി. അവിടെ കൊളുത്തിയ ആ ആത്മീക ദീപം, അവിടെ ഉയർന്നതായ ആത്മീക ഊർജം ഒരു തിരുനാളമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലങ്കര നസ്രാണികളുള്ള ദേവാലയങ്ങളിലൊക്കെ ഇന്നും മുനിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ ദീപത്തിൻ്റെ പ്രഭയും പ്രശോഭമായ അനുഭവവും ആത്മീകമായ ഉത്തേജനവും ആ പരിശുദ്ധന്റെ മധ്യസ്ഥത ഏറ്റെടുത്തവർക്കൊക്കെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ പെരുന്നാളുകളും ഒരു ദിവ്യ അനുഭവം നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ ഓർമ്മയുടെ പ്രസക്തി എന്താണ്? എന്തിനാണ് അവരുടെ പെരുന്നാളുകൾ കൊണ്ടാടുന്നത്? കർത്താവ് ഏക മധ്യസ്ഥനല്ലേ? പിന്നീട് മധ്യസ്ഥന്മാരുടെ ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ സന്ധ്യാനമസ്കാരത്തിലും ഇന്ന് ചൊല്ലിക്കേട്ടു, പരിശുദ്ധ സഭയുടെ ആ മധ്യസ്ഥ സങ്കല്പം എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനം. യാചിക്കുന്നു, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക, നൃപപതി സവിധം എന്ന് വെച്ചാൽ, അല്ലയോ പരിശുദ്ധ കന്യകയെ, അല്ലയോ ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾക്കായി നിങ്ങൾ നൃപപതിയായ തമ്പുരാന്റെ സന്നിധിയിൽ ഏക മധ്യസ്ഥന്റെ മുൻപിൽ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ, നമ്മളുടെ കൂട്ടങ്ങളുടെ തലവന്മാരായി, ഒരു പ്രാർത്ഥനാ ശക്തികളായി, ഒരു വെളിച്ചമായി ദൈവത്തെ മുഖാമുഖം കണ്ടു എന്നുള്ള ഓർമ്മയോടുകൂടി, ആ അനുഭവത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ മോശ ദൈവസന്നിധിയിൽ പിളർപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി അവതരിച്ചു. എന്നാൽ നമ്മുടെ കർത്താവ് തന്റെ പിൻഗാമികളായി ശ്ലീഹന്മാരെ, പിതാക്കന്മാരെ, സ്തുതി ചൊവ്വാകപ്പെട്ട പിതാക്കന്മാരെ ഒക്കെ നിയമിച്ചാക്കി. അതുകൊണ്ട് അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ കാലം ആരും അറിയുന്നില്ല. വിശുദ്ധ മത്തായി 24 അധ്യായത്തിൽ പറയുന്നത്, ആ കാലം നീണ്ടുപോയാൽ പ്രശ്നമാണ്, ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് പോരാടും, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. അതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ തൻ്റെ വൃതന്മാർ നിമിത്തം, എൻ്റെ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങിപ്പോകും. അതായത് അന്ത്യകാലത്തിൻ്റെ ദുർവർത്തമാനങ്ങളും ദുർവിധികളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും കുറയുവാനുള്ള ഒരു മാർഗമായി കർത്താവ് തൻ്റെ തിരുനാവാൽ നമുക്ക് ഉയർത്തി കാണിക്കുന്നത് തൻ്റെ വ്രതന്മാർ നിമിത്തം. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് വെറും വ്രതന്മാർ എന്നല്ല, തൻ്റെ വിശുദ്ധന്മാർ നിമിത്തം, തന്നെ മുഖത്തോട് മുഖം കണ്ടവർ നിമിത്തം, തൻ്റെ ഇഷ്ടമറിഞ്ഞവർ നിമിത്തം,
ആ നാളുകൾ ചുരുക്കപ്പെടും. എന്ന് വെച്ചാൽ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും നാം കൊണ്ടാടുന്നതിൻ്റെ അടിസ്ഥാനപരമായ വേദവ്യാഖ്യാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ വാചകമാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കുമെന്നുള്ള കർത്താവിൻ്റെ വ്യാഖ്യാനമാണ്, കർത്താവിൻ്റെ അരുളപ്പാട. നീതിമാൻ എന്ന നിലയിൽ നീതിമാനെ കൈക്കൊണ്ടാൽ നീതിമാന്റെ അനുഭവം ലഭിക്കും. പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. അപ്പം നീതിമാനായും പുണ്യവാനായും നിർമ്മലനായും ഒക്കെ ജീവിച്ച, കർത്താവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിച്ച ഒരു വലിയ പരിശുദ്ധന്റെ ലോകത്തിൽ ചുരുക്കമായി മാത്രം ജീവിച്ച് തന്നെക്കുറിച്ച് സംസാരിക്കുന്നതിനുപരി കർത്താവിനെ കുറിച്ച് സംസാരിച്ച്, തന്നെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുപരി, തന്നെക്കുറിച്ച് ഉയർത്തിക്കാണിക്കുന്നതിനുപരി കർത്താവിനെ ഉയർത്തിക്കാണിച്ച ഒരു വലിയ പുണ്യവാന്റെ പെരുന്നാളാണ് ഈ സന്ധ്യയിൽ നാം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പുണ്യവാന്മാരുടെ ഓർമ്മ, നീതിമാന്മാരുടെ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുക എന്ന് വെച്ചാൽ അതുകൂടി കർത്താവിന് വേണ്ടി കൊണ്ടാടുകയാണ്. വിശുദ്ധന്മാർക്ക് ഓർമ്മ കൊടുക്കുന്നത് കർത്താവാണ്. നീതിമാന്റെ ഓർമ്മയെ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് തിരുവചനം പറയുമ്പോൾ, ഒരു നീതിമാനെ കൈക്കൊണ്ടാൽ അവന്റെ അനുഭവം ലഭിക്കുമെന്ന് പറയുമ്പോൾ, നീതിമാന്മാരുടെ ഓർമ്മ കൊണ്ടാടുന്നതും നീതിമാന് മൂല്യം നൽകുന്നതും നമ്മുടെ കർത്താവാണ്. അപ്പോൾ ആ കർത്താവിന് വേണ്ടി വിശുദ്ധന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ പ്രഭാത നമസ്കാരത്തിൽ, സ്ലീബായുടെ പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പാടുന്നത് ഇപ്രകാരമാണ്: പരുമലമാർ ഗ്രിഗോറിയോസ് ദീവന്യാസ്യോസ് ഇവരൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ആ 3 വരികൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാട്ട്. പരുമലമാർ ഗ്രിഗോറിയോസ് ദീവന്യാസ്യോസ് ഇവരൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. അതായത് വിശുദ്ധന്മാരോടും നിർമ്മലന്മാരോടും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, പരിശുദ്ധനായ പരുമല തിരുമേനിയോടൊപ്പം പുണ്യവാനായ ദീവന്യാസ്യോസ് പിതാവിനോടൊപ്പം അല്ലയോ തമ്പുരാനെ, നിനക്ക് സ്തുതി പാടാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണം. എന്ന് വെച്ചാൽ നമ്മളുടെ മുൻപിൽ ഒരു വലിയ ഒരു സാക്ഷികളുടെ ഒരു പ്രമാണം വരച്ച് കാണിച്ചിരിക്കുകയാണ്. അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കണം. ഒരു വിശുദ്ധനെയും ഒരു ശുദ്ധിമതികളെയും സഭ ഓർക്കുവാൻ പഠിപ്പിക്കുമ്പോൾ അതിലൊരു വലിയ കാര്യമാണ്. പൂർവികന്മാർ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിൽ സന്തോഷം കണ്ടെത്തി, ദൈവത്തിൽ സമാധാനം കണ്ടെത്തി, ദൈവത്തോടൊപ്പം അവർ ആനന്ദിച്ചു. അപ്പം നമ്മളും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണം. അല്ലാതെ ഭൗതികമായ ചില കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവമേ നിനക്ക് സ്തുതി പാടാൻ, അവരോടൊപ്പം സ്തുതി പാടാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണം. എന്ന് വെച്ചാൽ അനുദിന ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി മറന്നുപോയി, വേദപുസ്തകം വായിക്കാൻ മറന്നുപോയി, അവനവന്റെ പ്രതിസന്ധി ഓർത്തല്ലാതെ കണ്ണുനീരൊഴുക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനൊരു കാരണം വേണം, ഒരു വരച്ചു കാണപ്പെട്ട രൂപം വേണം. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോണം, പലപ്പോഴും ചിന്തിക്കും, വേദപുസ്തക കഥാപാത്രങ്ങളൊക്കെ, വേദപുസ്തക നിർമ്മിതിയിൽ ഉള്ള പിതാക്കന്മാരൊക്കെ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുൻപ് ജീവിച്ചിരുന്നവരാ. പഴയ നിയമ പുതിയ നിയമ പിതാക്കന്മാർ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചു. അപ്പൊ നമുക്ക് ചിന്തിച്ചു പോകും, എടാ അവരൊക്കെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവരാ, ആ കാലഘട്ടത്തിൽ കർത്താവിനോടൊപ്പം ജീവിച്ചവരാണ്, കർത്താവിന് വേണ്ടി അങ്ങനെ ജീവിച്ചത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുമോ? എന്നാൽ നമ്മെ പോലെ ഓർത്തോണം, മജ്ജയും മാംസവുമുള്ള ഒരു പുണ്യവാൻ ഉണ്ടായിരുന്നു. ദൈവത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, നിലവിളിയോടെ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അപ്പൊ നമുക്കിന്നില്ലാത്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? അതായത് ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുമ്പോൾ മാതൃകകൾ നഷ്ടപ്പെട്ടു പോകുകയാണ്. നമ്മൾ ഓരോരുത്തരെ നോക്കുക, അവൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇവള് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മുമ്പോട്ടിറങ്ങുക. പക്ഷേ സഭയും പിതാക്കന്മാരും തിരുവചനവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, പ്രാർത്ഥിക്കുന്ന ആരും ഈ ലോകത്തില്ലെങ്കിലും, ദൈവത്തെ തിരിച്ചറിയുന്നവരാരും ഇല്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയവരുണ്ട്. ഇന്ന് നമ്മളുടെ മുൻപിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ അറിയുന്നവരുടെ എണ്ണം കുറവാണ്. സ്വന്തമായി ജീവിക്കാൻ ഓടുന്നവരാണ്.
അതായത് ഈ ലോകത്തിൽ തലക്കനം കാണിക്കാൻ ഓടുന്നവരാ. അപ്പൊ തലക്കനം കാണിക്കാൻ ഓടുന്നവരും തങ്ങളുടെ സ്തുതിയെ ലോകത്തിന്റെ മുൻപിൽ ഉയർത്തി കാണിക്കുന്നവരും ഉള്ളപ്പോൾ അതിനപ്പുറമായിട്ട് കുറച്ചു പേരുണ്ട്, തിരശ്ശീലയ്ക്ക് അപ്പുറമായി കുറച്ചു പേരുണ്ട്. അപ്പൊ അതിലൊരു പിതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുക, അദ്ദേഹത്തോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് യോഗ്യത നൽകണം. ഇന്ന് നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിക്കത്തില്ല പ്രിയമുള്ളവരെ, നിഷ്കളങ്കമായി ചിന്തിച്ചാൽ മതി. നമ്മളുടെ പൂർവികന്മാരെ ഓർക്കും. കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെക്കാൾ ഇരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. വല്യപ്പന്മാരും വല്യമ്മമാരും അതിലുപരിയായിട്ട് പ്രാർത്ഥിക്കും. ആ തലമുറകൾ കഴിഞ്ഞു വന്നപ്പോൾ, ഓരോ തലമുറ കഴിഞ്ഞു വരുമ്പോൾ പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു, ദൈവസന്നിധിയിലുള്ള സമർപ്പണം കുറഞ്ഞു, വിശുദ്ധി കുറഞ്ഞു, സ്നേഹം കുറഞ്ഞു. അപ്പൊ അങ്ങനെ സ്നേഹവും വിശുദ്ധിയും കുറഞ്ഞു വരുന്ന സമയത്ത് കൊതിയോടെ പറയുകയാണ്, നമ്മൾ പറയുക, അയ്യോ ഇന്ന് ആളോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് യോഗ്യത നൽകണം. അത് അവിടെ കൊണ്ട് നിർത്തേണ്ട കാര്യമല്ല, നമ്മൾ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കണം. ഇപ്പോൾ ഇരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നെ വഴക്കു പറയുമായിരുന്നു, പള്ളി കൊണ്ടുപോകുമായിരുന്നു, ശാസിക്കുമായിരുന്നു. ചിലപ്പോൾ അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അറിയാതെ ആത്മാവിലുള്ള ഒരു വലിയ ഒരു നിർബന്ധമുണ്ടാകും. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിർബന്ധിക്കുന്ന ചിലരുടെ സാന്നിധ്യം ഉണ്ടാകും. അത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല. വിശുദ്ധന്മാരുടെയും നിർമ്മലന്മാരുടെയും ഒക്കെ ജീവിത സാക്ഷ്യം ആ രീതിയിലാണ്. വീണ്ടും രണ്ടാമതൊരു കാര്യം ഓർത്തോണം, ഒരു വിശുദ്ധനെയും ശുദ്ധിമതിയും ഒക്കെ നമ്മൾ കൊണ്ടാടുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സീമാ നമസ്കാരത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ഹൃദയംഗമായിട്ട് ഓർക്കുകയാണ്. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. അതായത് ഈ പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെ കൊണ്ടാടുന്നത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇത്ര നാൾ കൂടുമ്പോഴോ ഒന്നും അല്ല. താപത്തിന്റെ പെരുന്നാളാണ് കണ്ണുനീർ വർഷം. താപത്തിന്റെ പെരുന്നാൾ എന്ന് വെച്ചാൽ പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു വലിയ വെളിച്ചത്തിന്റെ അനുഭവമാണ്. നമ്മൾ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ പെരുന്നാൾ ആഘോഷിക്കുകയും. അപ്പോൾ ഓർക്കുകയാണ് രണ്ട് കാര്യം പിതാക്കന്മാര് തിരുവചന അടിസ്ഥാനത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതായത്, അല്ലയോ സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും കണ്ണുനീര് കൊണ്ട് പെരുന്നാൾ കൊണ്ടാടുകയാണ്. പാപിനിയായ സ്ത്രീ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ പോയിരുന്ന് സച്ചജട മാംസി തൈലം കൊണ്ട് കർത്താവിന്റെ പാദപീഠത്തെ കഴുകിയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓർത്തോണം, ദൈവത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാനില്ലാത്തവരുള്ളപ്പോൾ, ദൈവത്തെ അറിയാത്തവർ ഉള്ളപ്പോൾ, അഹങ്കരിക്കുന്നവരുള്ളപ്പോൾ ഹൃദയംഗമായിട്ട് ഓർത്തോണം, ഒരു പെരുന്നാൾ ആഘോഷിക്കണം. ഇന്ന് കണ്ണുനീര് കൊണ്ടുള്ള പെരുന്നാൾ ആഘോഷമില്ല, കണ്ണീര് കൊണ്ടുള്ള ശുദ്ധീകരണമില്ല. നമുക്കറിയാമോ, കണ്ണുനീരിലെ പ്രത്യേകിച്ച് കെമിസ്ട്രിയൊക്കെ പഠിച്ചവർക്കറിയാം, കണ്ണീരിലൊരു പ്രത്യേക കെമിക്കലുണ്ട്, ലൈസോസൈം എന്ന് പറയും. ഈ ലൈസോസൈമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു അണുനാശിനിയാണ്, കണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ അകാരണമായിട്ട് കണ്ണുനീര് വരും. ഒരു പൊടി വീഴുന്നു, അല്ലെങ്കിൽ തട്ടുന്നു, അല്ലെങ്കിൽ ചുമ്മാതിരിക്കുമ്പോൾ പൊടിപടലങ്ങളൊക്കെ നിറയുമ്പോൾ അറിയാതെ കണ്ണ് നിറയും, ആ പൊടിപടലങ്ങളൊക്കെ പോകും. പിതാക്കന്മാർ പറയുന്നത് ഈ ഒരു ലൈസോസൈം എഫക്റ്റ് ഉള്ള കണ്ണുനീരിന്റെ കാര്യം മാത്രമല്ല. നമുക്ക് തന്നെ ചിന്തിച്ചിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കണ്ണുനീര് വരും, ഒന്നുമില്ല, വെറുതെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരും, ഒന്ന് ആലോചിക്കുമ്പോൾ കണ്ണുനീര് വരും. അതുകൊണ്ടാണ് ഓർത്തോണം, ഈ നെഗറ്റീവ് ടിയേഴ്സ് ആൻഡ് പോസിറ്റീവ് ടിയേഴ്സ് ഉണ്ട്, സെയ്ത്തനിക് ടിയേഴ്സ് ആൻഡ് ഡിവൈൻ ടിയേഴ്സ് ഉണ്ട്. അതായത് ഈ സെയ്ത്തനിക് ടിയേഴ്സിന്റെ പ്രത്യേകത എന്തോന്നറിയാമോ, അത് നമ്മളിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങ് അനാവശ്യമായ കണ്ണുനീര, അങ്ങ് പേടി കൊണ്ടുള്ള കണ്ണുനീര, അസ്വസ്ഥത കൊണ്ടുള്ള കണ്ണുനീര. എന്നാൽ അതല്ല, ഈ ഡിവൈൻ ടിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് പലപ്പോഴും ഓർക്കത്തില്ല, നമ്മൾ മറന്നുപോകും. അതായത് നമ്മൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നും, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് ദൈവം അർഹതയുള്ളോ തന്നാൽ മതി, തന്നതൊക്കെ അധികമാണ്. വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ ജീവിതം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സാക്ഷ്യമായിരുന്നു. അവർക്ക് വേണ്ടി പറയാൻ അവർക്കൊന്നുമില്ല, അവർക്ക് വേണ്ടി യാചിക്കാൻ ഒന്നുമില്ല. നമ്മളൊക്കെ പ്രിയമുള്ളവരെ ഒരു വളരെ ലളിതമായിട്ടൊരു കാര്യം ആലോചിച്ചോണം. നമ്മളുടെ കൈവശം ഒരു 50,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. ഈ 50,000 രൂപ കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ആവശ്യമാണ്, നമുക്ക് 60,000ന്റെ ചെലവാണ്. എന്നാൽ ചിലപ്പോൾ ഈ ചിലരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ, ആകെ 50,000 ഉള്ളൂ. ഈ 50,000-ൽ നിന്ന് അവനവന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട്
ചെയ്യാനുള്ള നന്മകളൊക്കെ കൊടുക്കും. മാതാപിതാക്കൾക്ക് കൊടുക്കും, സഹോദരങ്ങൾക്ക് കൊടുക്കും, ഒരു പ്രയാസമുള്ളവനെ കണ്ടു കൊടുക്കും. ഇതൊക്കെ ഒരു യഥാർത്ഥത്തിൽ ഓർത്തോണം ഒരു ഡിവൈൻ ടീയേഴ്സിന്റെ ഒരു എഫക്റ്റാണ്. നമ്മളുടെ ഈ വിശുദ്ധന്മാരുടെ ജീവിതം അങ്ങനെയാ. അവര് കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവർക്ക് ദൈവം കൊടുത്ത ഒരു വലിയ ഡിപ്പോസിറ്റ് ഉണ്ട്, ഒരു വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് അവരുടെ പ്രയാസം മാറ്റാനും ദുഃഖങ്ങൾ മാറ്റാനും അവർ ഉപയോഗിച്ചില്ല. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുക, ചൊരിഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് മറ്റുള്ളവർക്ക് കൊടുത്തേര് ദൈവമേ, എനിക്ക് 3 നേരത്തെ ഭക്ഷണം വേണ്ട, 1 നേരമേ ഉള്ളെങ്കിലും ആ 2 നേരം കൂടി മറ്റുള്ളവർക്ക് കൊടുത്തേര്. നമ്മളിങ്ങനെ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ ഓർത്തോണം, ഒരു ചെറിയ കളക്ഷൻ മാറ്റിവെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഡിപ്പോസിറ്റുകൾ കൂടുന്നത് പോലെ, സമ്പാദ്യങ്ങൾ കൂടുന്നത് പോലെ, വ്യക്തിപരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി കരഞ്ഞു നിലവിളിച്ച് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിച്ചു. അനുഭവങ്ങൾ കിട്ടി. ലോകത്തിലെ ഓരോരോ അനുഭവങ്ങളും മറിഞ്ഞു വന്നപ്പോഴും അവർ പേടിച്ചില്ല, ദുഃഖം അവർക്ക് വന്നില്ല. നമുക്ക് തന്നെ ആലോചിച്ചോണം, ചില പ്രത്യേക സമയത്തുണ്ടാകുന്ന ചില ടെൻഷൻസ് ഉണ്ട്. പെട്ടെന്നുള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും. പ്രത്യേകമായി മക്കളെക്കുറിച്ച് കേൾക്കുന്നു, തലമുറകളെക്കുറിച്ച് കേൾക്കുന്നു, നാട്ടുകാരെക്കുറിച്ച് കേൾക്കുന്നു, ഒരു അപകടം കേൾക്കുന്നു, അല്ല നമ്മളെ ഫേസ് ചെയ്യുന്ന, നമ്മളെ സ്പർശിക്കുന്ന ഒരു വലിയ വാർത്ത കേൾക്കുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് ടെൻഷൻ കൂടുക, ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുക, ഉറക്കം നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഈ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, ഈ ഫ്ലൈറ്റ് ഫ്ലീ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഫ്ലൈറ്റ് ഫ്ലീ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരത്തിക്കൂടെ പോകുന്ന ഫ്ലൈറ്റ് പെട്ടെന്ന് താഴേക്ക് പതിക്കുമ്പോൾ, താഴെ വീഴുന്നില്ല, ഒരു പ്രത്യേകമായ അടിയിലേക്ക് താണു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10-25,000 അടിയിൽ നിന്ന് 20,000-ത്തിലേക്ക് താഴുന്നു, 30,000-ത്തിൽ നിന്ന് 25,000-ത്തിലേക്ക് താഴുന്നു. അപ്പൊ പെട്ടെന്ന് ഈ രക്തമൊക്കെ കട്ടി പിടിക്കുന്നത് പോലെ തോന്നും, അസ്വസ്ഥത തോന്നും, ഒരു ഭയം തോന്നും. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഇതിനെ ഈ ഫ്ലൈറ്റ് ഫ്ലീ സിൻഡ്രോം എന്ന് പറയുന്നത്. അത്രയൊന്നും പോകണ്ട. ഒരു കെട്ടിടത്തിൽ നിന്ന് താഴോട്ട് ചാടിയാൽ, പെട്ടെന്ന് മറിഞ്ഞു വീണാൽ, ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ, ഒരു സഡൻ ന്യൂസ് കേട്ട് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടായാലൊക്കെ ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോരോ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ ഒരു നിരാശയുടെ അനുഭവത്തിലേക്ക് പോകാതെ ഒരു പ്രത്യാശയിലേക്ക് പോകുവാൻ വിശുദ്ധന്മാരുടെ ജീവിതവും ദർശനവും നമ്മൾക്ക് അനുഭവവേദ്യമായി തീരണം. നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ഇന്നും നമ്മൾ സന്ധ്യാനമസ്കാരത്തിൽ പ്രാർത്ഥിച്ചു, പാടിക്കഴിഞ്ഞു. മാർ ഗ്രിഗോറിയോസ് പണ്ഡിത വൈദ്യ രോഗാർത്തർക്കായി സൗഖ്യമിയേറ്റിടുവാനധികാരം തേ നൽകി പരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം, ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. അടുത്ത 3 വരി ഒന്ന് ശ്രദ്ധിച്ചോണം. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും, വിശ്രാമം പീഡിത ജനതയ്ക്കും, ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. അപ്പൊ ഈ പാട്ട് പാടിയപ്പോൾ, ഒരു യാചന സമർപ്പിച്ചപ്പോൾ, അവരോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതായത് വ്യാധി ബാധിച്ചവർക്ക്, രോഗബാധിച്ചവർക്ക്, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം കൊടുക്കുവാൻ വേണ്ടിയും, പീഡിപ്പിക്കപ്പെടുന്നവർക്ക്, അടിച്ചമർത്തപ്പെടുന്നവർക്ക്, ഒന്നുമില്ലാത്തവർക്ക്, മനസ്സ് തകർന്നവർക്ക് വിശ്രമത്തിന് വേണ്ടിയും നമ്മൾ മധ്യസ്ഥത യാചിക്കുക. ഇനി അടുത്ത വരിയോട് ശ്രദ്ധിച്ചോണം. ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടെന്നാ പറയുന്നത്? ഞങ്ങൾക്ക് എന്താ, സമ്പത്ത് വേണമെന്നാണോ, ജോലി വേണമെന്നാണോ, പിന്നെന്തോ വേണ്ടതോ എന്ന് പറയുന്നേ? ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. പ്രത്യാഗമനം, അതായത് ദൂരെയായിരിക്കുന്നവർ തിരിച്ചു വരണം, അതും സമ്മതിച്ചു. അതായത് ആരോഗ്യമില്ലാത്തവർക്ക്, രോഗികൾക്ക് ആരോഗ്യം കൊടുക്കണം, പീഡിപ്പിക്കപ്പെടുന്നവർക്ക്, നൊമ്പരപ്പെടുന്നവർക്ക് വിശ്രമം കൊടുക്കണം. അവർക്ക് വിശ്രമമാണ് ആവശ്യം. ഇനി ദൂരെ പോയിട്ടുള്ളവർക്ക് തിരിച്ചുവരവ് കൊടുക്കണം. പക്ഷേ ഞങ്ങൾക്ക് എന്തോ തരണം? ക്ഷമ തരണം. ഇതൊരു വലിയൊരു പിതാക്കന്മാർ ചുമ്മാതെ എഴുതി വെച്ചല്ല. ഞങ്ങൾക്ക് ക്ഷമ തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ എല്ലാം മനസ്സും ജീവിതവും ഉണ്ടല്ലോ, ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവത്തില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാന്തതയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കല്യാണത്തിന് പാടുന്ന ഒരു പാട്ടുണ്ട്,
മോദിക്കട്ടെ പരംനാഥാലേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. മോദിക്കട്ടെ പരംനാഥ, അതായത് ദൈവത്തിൽ മോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം, ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഇന്ന് ദൈവത്തിൽ സന്തോഷിക്കുന്ന അനുഭവമില്ല, ക്ഷമയില്ലാതെ പോകുന്ന ഒരു അനുഭവം. ഇന്ന് ആത്മീകമായി ഒരു ക്ഷമ വേണം, ഭൗതികമായ ഒരു ക്ഷമ വേണം, സമാധാനത്തിന്റെ ക്ഷമ വേണം, ക്ഷമിക്കാനും മറക്കാനും സാധിക്കണം. ഇന്ന് എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, ഈ നമ്മളുടെ മനസ്സ് ഇത്രയധികം ചാഞ്ചല്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതാ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പുണ്യവാന്മാർ ഏക മധ്യസ്ഥനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഹൃദയംഗമായി മനസ്സിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഹൃദയപൂർവ്വം പറയുകയാണ്, അല്ലയോ പിതാവേ, അല്ലയോ പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി നീ മധ്യസ്ഥ യാചിക്കണം. നമ്മൾ ആരോടൊക്കെ ക്ഷമിക്കണം? നമ്മളോട് തന്നെ ക്ഷമിക്കണം. മനസ്സൊക്കെ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സമൂഹത്തോട് നമുക്ക് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഒരു വലിയ ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഹൃദയത്തിൽ എപ്പോഴും ഓർത്തോണം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. നമ്മളിന്ന് പലപ്പോഴും ഓർക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? പഴയ കാര്യങ്ങളാണ്. നമുക്ക് ലാഭം വരുത്തിയവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മറന്നുപോയി, പക്ഷേ നഷ്ടം വരുത്തിയവരെക്കുറിച്ച് ഭയങ്കര ഓർമ്മയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, സാഹിത്യ ഭാഷയിൽ പറയുന്നത്, എപ്പോഴും ധാർമ്മിക ഉപദേശത്തിൽ പറയുന്നത്, നന്മ ചെയ്തവരുടെ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. നൊമ്പരപ്പെടുത്തുന്നവരെ ഒന്നും, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലയോ പിതാവേ, ക്ഷമ കിട്ടണം. അതായത് നമുക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല, നമ്മളുടെ മാതാപിതാക്കൾ നോക്കിയിട്ട് പറ്റിയിട്ടില്ല, ആത്മീക പിതാക്കന്മാർ നോക്കിയിട്ട് ക്ഷമ കിട്ടുന്നില്ല. നമ്മൾ വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്തു, ദാനധർമ്മം ചെയ്യുന്നു, എന്നിട്ടും ക്ഷമ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുണ്യവാനോട് മധ്യസ്ഥത യാചിക്കുകയാണ്. അല്ലയോ പുണ്യവാനായ പിതാവേ, ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ക്ഷമയില്ലാത്ത ഞങ്ങളുടെ അനുഭവത്തിന് വേണ്ടി നീ ക്ഷമ ചോദിക്കണം. കലങ്ങി തിരിഞ്ഞിരിക്കുന്ന ആ ഒരു അനുഭവത്തിന് വേണ്ടി നമ്മൾ ക്ഷമ ചോദിക്കണം. ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകണം. ഞാൻ ആ ഭാഗത്തിന് അടിവരയിടുകയാണ്. ഇനി അടുത്തതായി വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ എന്തിനാ ഇവരെയൊക്കെ അനുസ്മരിക്കുന്നത്? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോ? വേദപുസ്തകത്തിൽ ആദാം തൊട്ടുള്ള പുണ്യവാന്മാർ, സഭാ ചരിത്രത്തിൽ കണക്കില്ലാത്ത പുണ്യവാന്മാർ. അപ്പൊ ഈ ഇത്രയേറെ പുണ്യവാന്മാരുടെ ഒരു 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 വലിയ ഒരു തുടർച്ചയാണ് നമുക്കുള്ളത്. എണ്ണം പറഞ്ഞാൽ തീരാത്തതാ. ഇത് നമ്മളെ മറ്റൊരു കാര്യം പഠിപ്പിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ എല്ലാവരുമുണ്ട്. നിങ്ങൾക്ക് ജീവിത പങ്കാളികളുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, സ്നേഹിതരുണ്ട്. ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് 5000 ലിമിറ്റ് കഴിഞ്ഞു കിടക്കുന്നു. ട്വിറ്ററിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ദിവസം ഫോൺ വിളിക്കുന്നവരുടെ എണ്ണം, ഓഫീസിലുള്ളവരുടെ എണ്ണം, നാട്ടുകാരുടെ എണ്ണം, ഇങ്ങനെ നമ്മൾക്കുള്ള സ്നേഹിതന്മാരുടെ എണ്ണം എടുത്താൽ ഒരുപാടുണ്ട്. നമ്മൾ സ്നേഹിതന്മാരാന്ന് വിചാരിക്കുക. അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടെന്നോ നമുക്ക് തിരിച്ചുണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുടെ സ്നേഹിതരുടെ എണ്ണം എടുത്താൽ ഒരുപാടുണ്ട്. പക്ഷേ ജീവിതത്തിലെ ചില പ്രത്യേക സമയത്ത് ചില പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ, ഇവിടെ ആരോടും പറയാൻ പറ്റുന്നില്ല. അടുത്ത് കിടക്കുന്ന ഭാര്യയോട് പറയുന്നില്ല, അവർക്കറിയത്തില്ല എന്താ ബുദ്ധിമുട്ടെന്ന്. മക്കൾക്കറിയത്തില്ല, മക്കളുടെ പ്രയാസം മാതാപിതാക്കൾക്ക് അറിയത്തില്ല. നമ്മൾ ആരോടും പറയത്തില്ല. എന്തിനാ? ഇന്നൊരു രോഗം വന്നാൽ പോലും സഹോദരങ്ങളോട് പോലും പറയാൻ മടിയ, ആത്മീക പിതാക്കന്മാരോട് പോലും പങ്കുവെക്കാൻ മടിയ. ഒരു ക്യാൻസർ, ഇന്ന് ക്യാൻസർ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനകീയ രോഗമായി മാറ്റപ്പെട്ടു. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഡയബറ്റിക്കും ഒക്കെ ഇന്നെന്ന് വെച്ചാൽ ഇല്ലാത്തവരുടെ എണ്ണം കുറവാണ്. ഫാറ്റി ലിവർ ഇന്ന് ആരും നോക്കാത്തത് കൊണ്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഇന്ന് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ അസുഖങ്ങൾ എല്ലാവർക്കുമുണ്ട്. അത് പല രീതിയിലുള്ളതാണ്. ഹാർട്ടിൻ്റെ പ്രോബ്ലമായി ആരോഗ്യത്തോടിരിക്കുന്നവരാണ് പെട്ടെന്ന് ഹൃദയവേദന കൊണ്ട് ഭാരപ്പെടുന്നത്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴാണ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞെന്നറിയുന്നത്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞെന്നറിയുന്നത്, ആൻജിയോഗ്രാം ചെയ്യാൻ പോകുന്നെന്നറിയുന്നത്. ഒന്നും നമുക്ക് തോന്നത്തില്ല. എന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒത്തിരി ആരോഗ്യവും ബലവുമുള്ളവർ. അപ്പം നമുക്ക് എന്തൊരസുഖം വന്നാലും പ്രതിസന്ധി വന്നാലും നമ്മൾക്ക് പലപ്പോഴും പരാതിയാവും, എൻ്റെ പ്രിയപ്പെട്ടവരൊന്നുമില്ല, എനിക്ക് വിശ്വസിക്കാവുന്നവരാരുമില്ല. വിശ്വസിക്കാൻ ആരുമില്ല, പങ്കുവയ്ക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, തണലാകാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ എന്നോടൊപ്പം നിന്നുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുദ്ധിമാനുണ്ടെന്ന് പഠിപ്പിക്കുന്ന പാരമ്പര്യം
അത് ആഴമേറിയ ഒരു അനുഭവമാണ്. അത് ഒരേ സമയം വേദാധിഷ്ഠിതമാണ്, ഒരേ സമയം അതൊരു മനഃശാസ്ത്രപരമാണ്, ധാർമ്മികപരമാണ്, സാമൂഹ്യപരമാണ്. നമുക്കൊത്തിരി പേരുണ്ട്, നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോഴേ, ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് പരാതി. അവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, അപ്പനമ്മയും മരിച്ചുപോയി, ഒരാളും വിളിക്കുന്നില്ലല്ലോ, ഓർക്കുന്നില്ലല്ലോ, കരുതുന്നവരൊക്കെ എവിടെ പോയി, ഞാനാണെങ്കിൽ ഓരോരുത്തരുടെ ആവശ്യം വന്നപ്പോൾ ഓടി നടന്നല്ലോ, ഇന്ന് എൻ്റെ പ്രതിസന്ധിയിൽ ഒരുത്തനും വരുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ നോക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചുറ്റുവട്ടത്തിലൊക്കെ നോക്കുന്നതായി പ്രശ്നം കേട്ടോ. കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ശക്തിയുണ്ട്, ആത്മീകമായ അനുഭവമുണ്ട്, ഒരു പ്രത്യാശയുടെ അനുഭവമുണ്ട്. ഈ പ്രത്യാശയുടെ അനുഭവം മറ്റൊന്നുമല്ല, നമ്മൾ പാടാറില്ലേ, ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലാകുന്നു ഞാൻ വാഴുമങ്ങ്, ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ടേ ദൈവദൂതരുണ്ട്, ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ തൃത്വമുണ്ട്, ശുദ്ധന്മാരുടെ വലിയ ഗണമുണ്ട്. കർത്താവിൽ മരിച്ചവരെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുമെന്ന്. അപ്പൊ ഈ പുണ്യവാന്മാരും വിശുദ്ധന്മാരും ഒക്കെ ആക്കപ്പെട്ട അവസ്ഥയെന്ന് പറയുന്നത് ഉറങ്ങുന്ന അവസ്ഥയല്ല, കിടന്ന് മയങ്ങുന്ന അവസ്ഥയല്ല, അവർ തലകറങ്ങി കിടക്കുവല്ല, അവസാനം മാത്രം എഴുന്നേറ്റ് വരികയല്ല. കർത്താവിൻ്റെ ദുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടവരൊക്കെ സജീവരായി, കർത്താവ് തന്നെ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൂതന്മാരായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇത്രയേറെ ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളപ്പോൾ, നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ, ചിലരൊക്കെ നമ്മളെ കരുതിയില്ലെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. പ്രിയമുള്ളവരെ, ചില വഴിത്താരകളിലൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ചില സ്വരങ്ങൾ നമ്മൾ കേൾക്കും, ചില വെളിച്ചം നമ്മൾ കാണും. എല്ലാ വെളിച്ചവും നഷ്ടപ്പെടുമ്പോഴും ചില വെളിച്ചമുണ്ട്. നമ്മളുടെ മനസ്സിലിരുന്നു കൊണ്ട് മന്ത്രിക്കും, നീ മുൻപോട്ട് വയ്ക്കോ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇവരുടെയൊക്കെ ഓർമ്മ കൊണ്ടാടുമ്പോഴേ ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കാനല്ല ദൈവം നമ്മളോട് പറയുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയും പേരുള്ളപ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ പാമ്പാക്കുട നമസ്കാരത്തിൽ, സന്ധ്യാ നമസ്കാരത്തിന് മാബൂഗിലെ മാർ ഫീലിക്സിനോസ് ബാവയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പർവ്വതങ്ങളുടെ ഗഹരങ്ങളിലിരിക്കുന്നവർ എനിക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും, ഗുഹകളിലിരിക്കുന്നവർ പ്രാർത്ഥിക്കും, ആബീലന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈഹീദായക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സ്തുതി ചൊവ്വാകപ്പെട്ട പിതാക്കന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ നിർമ്മലന്മാരും വിശുദ്ധന്മാരും ജീവനോടുള്ളവരും വാങ്ങിപ്പോയവരും എനിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്നുള്ള പ്രതീക്ഷ വലുതാണ്. സുറിയാനി പിതാക്കന്മാർ നൽകുന്ന ഒരു വലിയ പ്രതീക്ഷ ഇതാ. നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെന്ന് പരാതിപ്പെടണ്ട, ഇവരൊക്കെയുണ്ട്. ഇവരൊന്നും വേണ്ട, ഇതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിച്ച് കഴിയുന്നവർക്കാ ഈ പലപ്പോഴും പ്രശ്നങ്ങൾ കൂടി വരുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഓർക്കുമ്പോൾ, ഈ പുണ്യവാന്മാരെ ഓർക്കുമ്പോഴുള്ള പ്രത്യേകത, ഒരു വലിയ പ്രത്യേകത, അവരൊരിക്കലും അവരിലേക്ക് നമ്മളെ നയിക്കത്തില്ല. അവരെപ്പോഴും നയിക്കുന്നത് കർത്താവിങ്കിലേക്ക്. കർത്താവിങ്കിലേക്ക് നയിക്കുന്നവരെയൊക്കെ സ്വീകരിക്കുന്നത് ആത്മീകമായ അനുഭവമാണ്, ആത്മീകമായ തേജസ്സാണ്. അവര് നീതിയുള്ള കാര്യവിചാരകന്മാരാ, നിർമ്മലന്മാരും വിശുദ്ധന്മാരുമാണ്. വലിയ വടവൃക്ഷങ്ങളെ പോലെ ദൈവസന്നിധിയിൽ തണല് കൊടുത്തിട്ടുള്ളവരാ. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാം, ഈ വലിയ വടവൃക്ഷമൊന്നും ആകാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും കൊച്ചു ചെടികളൊക്കെയുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലയോ, ചില ചെടികളൊക്കെ ഉണ്ട്. വലിയ വടവൃക്ഷത്തിന്റെ കീഴിലും വലിയ പ്രകാശമൊന്നും കിട്ടിയില്ലേലും അതിൻ്റെ ചുവട്ടിലും ഈ കിടന്ന് എന്താ പറയുന്നത്, പൊട്ടിമുളച്ചു വരുന്ന ചില ചെടികളുണ്ട്. അതൊരു പരിധിവരെയൊക്കെ വളർന്നു വരുന്നുണ്ട്. വലിയ മാവായിരിക്കാം, വലിയ പ്ലാവായിരിക്കാം, പക്ഷേ അതിൻ്റെ ചുവട്ടിലൊക്കെ ചില മരങ്ങളൊക്കെ കിളിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ വലിയ മാവിലും വലിയ പ്ലാവിലും ഒന്നും കയറാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും അതിൻ്റെ ചുവട്ടിൽ കിളിച്ചു വരുന്ന തൈകൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാ. മറ്റു ചില ചെറിയ മരങ്ങളുണ്ട്, അത് നമുക്ക് കൈയെത്തി പറിക്കാവുന്ന ഫലങ്ങൾ നൽകുന്നതുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ ചുവട്ടിലൊന്നും നമ്മളോട് ചേർന്നൊന്നും മുളപ്പിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് മാത്രമേ വളരാവൂ, നമ്മൾ മാത്രമേ ഉയരാവൂ എന്ന് ചിന്തിക്കുന്നതാ പ്രശ്നം.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓർത്തോണം, ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചില ചെടികൾ, ഏതാനും ചില തൈമരങ്ങളൂടി കിളിച്ചു വന്നതുകൊണ്ട് അതിന് വളം കിട്ടാതിരിക്കത്തില്ല. അതിന് ഭയമൊന്നുമില്ല. അയ്യോ, ഈ ചെടികളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ, കിളിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ വളർച്ച മുരടിക്കുമോ എന്നുള്ള പേടിയില്ല. അത്രയത്തിനെയും കൂടെ വളർത്തുവാനുള്ള തണല് കൊടുക്കുക. ഒരു വിശുദ്ധന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. വിശുദ്ധൻ ഒരു ആത്മീക വടവൃക്ഷമായി ദൈവത്തിന്റെ കരുതലിൽ വളരുകയാണ്. പരിശുദ്ധൻ എങ്ങനെ മാറുകയാണ്? അവർ വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. പക്ഷെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അത്രയും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധിവരെ കുറെ പേരെങ്കിലുമൊക്കെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, നമ്മളാരും ഒറ്റയല്ല. നമ്മൾ അറിയാതെ ഒരു വലിയ കൂട്ടം എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുവനുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യാശയാണ്. എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. എന്നെ നിങ്ങളെയും ഒരിക്കലൂടെ ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞു തരാനുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യാവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ പുത്രന്മാരായി നയിക്കപ്പെടുവാനുള്ളൊരു അനുഭവമാണ് വിശുദ്ധന്മാരുടെ, പ്രത്യേകിച്ച് പരിമല തിരുമേനിയുടെ ഓർമ്മയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. വീണ്ടും പരിശുദ്ധനായ പരിമല തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ, സുറിയാനി പിതാക്കന്മാരെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും ഓർക്കുമ്പോൾ സുറിയാനി സഭയുടെ ആദ്യകാല ചരിത്രത്തിലേക്ക് ഞാനൊന്ന് പോകുകയാണ്. പീഡനങ്ങളിലൂടെ, ദുഷികളിലൂടെ, നൊമ്പരങ്ങളിലൂടെ ദൈവത്തെ സാക്ഷിച്ച വലിയ പിതാക്കന്മാരുണ്ട്, ജീവൻ വെടിഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് ഈ ദേറായ വാസികളെ കുറിച്ച് പറയുന്ന ഒരു പ്രമാണമുണ്ട്. സഭയുടെ പൗരാണിക കാനോൻ, ഹൂദായ കാനോൻ, അതിൻ്റെ അകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ദേറാക്കാരൻ മരിച്ചാലോ, ഒരു വിശുദ്ധൻ മരിച്ചാലോ, ഒരു രക്തസാക്ഷി മരിച്ചാലോ അടയാളം വെച്ച് നിങ്ങൾ അടക്കണ്ട. അടയാളം ഒന്നും വേണ്ട. മരുഭൂമിയിൽ മരിച്ചാൽ മരുഭൂമിയിൽ മണലാരണ്യത്തിൽ എവിടെങ്കിലും അടക്കിക്കോണം. താഴ്വാരങ്ങളിലാണെങ്കിൽ, വനാന്തർഭാഗത്താണെങ്കിൽ അവിടെ അടക്കിക്കൊള്ളണം. അടയാളം ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷേ പിൽക്കാലത്ത് ഓർത്തോണം, ആദിമ സഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആദിമകാല ദേവാലയങ്ങൾ ഉയർന്നു വന്നത് ആർക്കും വേണ്ടാത്തവരെ പോലെ ഭരണാധികാരികൾ കൊന്നൊടുക്കിയ, കർത്താവിന്റെ സ്നേഹത്തെയും സാക്ഷ്യത്തെയും പറഞ്ഞ പിതാക്കന്മാരുടെ കല്ലറകളിലാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കബറടക്കിയ, ശ്രദ്ധയില്ലാതെ മാറ്റപ്പെട്ട കല്ലറകളില്ല, ആ തിരുശേഷിപ്പിടങ്ങളില്ല ആദ്യകാല ദേവാലയങ്ങൾ കടന്നു വന്നത്. മരുഭൂമിയിലും താഴ്വാരങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും കാട്ടിലുമൊക്കെ പലരെയും കൊണ്ട് കുഴിച്ചിട്ടു. പിന്നീട് എങ്ങനെയാണെന്നറിയാമോ ഈ കല്ലറകളൊക്കെ തെളിവായി വന്നത്? പ്രത്യേകിച്ച് പറയുന്നുണ്ട്, പ്രൊമിയോൻ സദറാകളി വായിക്കുന്നുണ്ട്, തങ്ങളുടെ തിരുശേഷിപ്പിടങ്ങളിൽ നിന്ന് സൗഖ്യത്തിന്റെ ഉറവയെ ദൈവകൃപയാൽ ഒഴുക്കിക്കൊടുത്ത വലിയ പിതാക്കന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിലൂടെ ആളുകളൊക്കെ കടന്നു പോവാം. തണലൊന്നുമില്ല. പക്ഷെ തണലില്ലാതിരുന്നിടത്ത് അത് അപ്രതീക്ഷിതമായ തണല്, അപ്രതീക്ഷിതമായ നീരുറവ പൊട്ടിവരുന്നു. വനാന്തർഭാഗത്തിലൂടെ പോയപ്പോൾ സൗഖ്യം കിട്ടുന്നു, അല്ലെങ്കിൽ സുഗന്ധം കിട്ടുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചു. ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം ഇവിടെ പ്രത്യേക സുഗന്ധം, പ്രത്യേകിച്ച് പുഷ്പങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ വെള്ളമില്ല. പ്രത്യേകിച്ച് എങ്ങനെ വെള്ളം വന്നു? തണലില്ല. പ്രത്യേകിച്ച് തണല് കിട്ടുന്നു, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കിട്ടുന്നു, സ്വസ്ഥത കിട്ടുന്നു. ഇതൊക്കെ എങ്ങനെ വരുന്നു? ഈ ഒരു അന്വേഷണങ്ങളാണ് ഇവിടെ ഒരു കാലത്ത് ഒരു പിതാവിനെ കബറടക്കിയിട്ടുണ്ട്, ഒരു വിശുദ്ധനെ കബറടക്കിയിട്ടുണ്ട്, ഒരു രക്തസാക്ഷിയെ കബറടക്കിയിട്ടുണ്ടെന്നുള്ള അന്വേഷണം വരുന്നത്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ പലതും പിന്നീട് അവരുടെ തിരുശേഷിപ്പിടങ്ങളോട് ചേർന്ന് ദേവാലയങ്ങളായി, പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി, ആ അടക്കപ്പെട്ട പുണ്യവാന്മാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്ന കേന്ദ്രങ്ങളായി മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മളുടെ പേരും നാളുമൊക്കെ ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുക. ഞങ്ങളെക്കുറിച്ച് ആരും അറിയണ്ട, ഞങ്ങളെക്കുറിച്ച് ആരും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞവർ, അവരുടെ തിരുശേഷിപ്പിടങ്ങൾ വലുതായി. വിശുദ്ധനായ അപ്രേം പിതാവിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട്. അപ്രേം പിതാവ് വാങ്ങിപ്പോകാൻ നേരം തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിക്കുന്നു. അവർക്ക് അദ്ദേഹത്തിന് മൃതിശാസനം നൽകുക. അതായത് നമ്മളൊക്കെ വാങ്ങിപ്പോകാറാകുമ്പോഴത്തേക്ക്, പ്രായമാകുമ്പോൾ മക്കൾക്ക് വീടും കൂടും സ്വത്തുമൊക്കെ കൊടുക്കുക. അത് ഷെയർ മാർക്കറ്റിലുള്ളത് അല്ല, റിയൽ എസ്റ്റേറ്റിലുള്ളത്, ബാങ്കിലുള്ളത്, ഇങ്ങനെ സ്വർണ്ണമായിട്ടുള്ളതെല്ലാം ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുക്കുക. അപ്രേം പിതാവിനെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് പാടുന്നുണ്ട്, വലിയ നോയമ്പിലെ പ്രാർത്ഥനയിലുണ്ട് പാടുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മക്കളെ, ഞാൻ ശിഷ്യന്മാരെ വിളിച്ചു പറയുക, മക്കളെ, ഞാൻ മരിക്കാൻ പോവാം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യം, നിങ്ങൾ മേന്മേൽ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം, ആത്മീക വേലയിൽ മടി തോന്നരുത്,
തന്നെത്താൻ മടി കാണിച്ച് തങ്ങളുടെ നിലത്തെ കാട് കയറ്റുന്ന മുള്ളു പിടിപ്പിക്കുന്ന മടിയന്മാരെ പോലെ ആകരുത്. പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാ. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം, കണ്ണുനീരൊഴുക്കണം, മടി കൂടാതെ ദൈവത്തിന്റെ വയലിൽ പ്രവർത്തിക്കണം. ഈ ഒരു സാക്ഷ്യം ഏറ്റുവാങ്ങിയവരാ ഓരോ വിശുദ്ധന്മാരും. അവരുടെ ജീവിതചര്യ എങ്ങനെയാ? അവരുടെ ജീവിത അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീനെന്ന് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ ഒരു കാര്യം ഹൃദയംഗമായിട്ട് ഓർത്തോണം: അവരുടെ വിശ്വാസം അനുകരിക്കണം. അവരുടെ ആത്മീകമായ അനുഭവം ഉൾക്കൊള്ളണം. അവരുടെ ആത്മീക ജീവിതം ഹൃദയംഗമായി സ്വീകരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അനുഭവമായിട്ട് മാറ്റപ്പെടണം. ഇന്ന് നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ എന്ത് ശേഷിപ്പാണ് കൊടുക്കുന്നത്? നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എത്ര പേര് കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരോട് പറയുന്നുണ്ട്? എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഹൃദയംഗമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? പരുമല തിരുമേനിയുടെ തന്നെ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്, വെറുതെ ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ല. അതായത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, സിമ്പിളാ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം, എന്നിട്ട് ആ വഴി തിരിഞ്ഞു നോക്കത്തില്ല. പരുമല തിരുമേനി പ്രത്യേകിച്ച് പറയും, അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്ന് ചില വ്യക്തികൾ വന്ന് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ഇന്ന രോഗമുണ്ട്, മാനസിക ക്ലേശമുണ്ട്, അല്ലെങ്കിൽ ചന്നി പോലെയുള്ള അസുഖങ്ങളുണ്ട്. ഞാൻ ഹൃദയപൂർവ്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, ഞാൻ അവർക്ക് കാലാന്തരത്തിൽ സൗഖ്യം കൊടുത്തുകൊള്ളാം. അദ്ദേഹം എഴുതി വെച്ചേക്കില്ല, ഞാൻ സൗഖ്യം കൊടുത്തുകൊള്ളാം, പക്ഷേ അവർക്ക് വേണ്ടി നേരത്തെ കൊടുക്കണമെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ നൊമ്പരത്തിന്റെ അനുഭവം ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. ഞാൻ തയ്യാറാണ് ദൈവമേ, ഏറ്റെടുക്കാൻ തയ്യാറാണ് ദൈവമേ. എന്നിട്ട് തിരുമേനി അതിനുശേഷം എഴുതുന്നൊരു വാചകമുണ്ട്, എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ രോഗങ്ങളിലും അമിതമായുള്ള ഒരു പൂരണം, അമിതമായുള്ള ഒരു കൂട്ടിച്ചേർക്കൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടി. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഓർത്തോണം, ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാധ്യതയും കൂടി ഏറ്റുകൊള്ളണം. അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള ഒരു ത്യാഗപ്പെടാനുള്ള ഒരു അനുഭവം കൂടി ഏറ്റുകൊള്ളണം. അല്ലാതെ പരുമല തിരുമേനി വ്യർത്ഥമായിട്ട് പറയുകയല്ല ചെയ്തത്. പരുമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തിരുമേനിയെ കൊണ്ട് അപേക്ഷിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. പരുമല തിരുമേനി ദൈവസന്നിധിയിൽ എന്തൊക്കെ അപേക്ഷിച്ചു എന്ന് പഠിക്കണം. പരുമല തിരുമേനിയുടെ അപേക്ഷ വലുതായിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനായിരുന്നു, ദൈവനാമം ഉയർത്താനായിരുന്നു, ലോകത്തിന് വേണ്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അപേക്ഷ എന്തൊക്കെയാണെന്ന് പഠിക്കണം. രണ്ടാമത്, അദ്ദേഹം എന്തൊക്കെ അപേക്ഷിച്ചു എന്ന് പഠിച്ച് നമ്മളും ആ രീതിയിൽ അപേക്ഷിക്കാൻ പഠിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ പഠിക്കണം. ഇന്നല്ലാതെ എൻ്റെ പിതാവെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു താൽക്കാലിക മുട്ടുശാന്തിക്കുള്ള യാചനകളായിട്ട് മാത്രം ഇന്ന് മാറ്റപ്പെടുക. അർത്ഥമില്ലാതെ ഞാൻ ഇത്ര നേർച്ച കൊടുത്തുകൊള്ളാം, ഞാൻ ഇന്നടത്ത് പൊയ്ക്കൊള്ളാം, ഇന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ പൊയ്ക്കൊള്ളാം, അതൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന ഓരോരോ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത് വേണം. പക്ഷെ അത് മാത്രമല്ല, എൻ്റെ തിരുമേനി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എത്ര പേർക്ക് വേണ്ടി അപേക്ഷിക്കും? തീരുമാനമെടുക്കണം. എന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കും എന്ന് തീരുമാനമെടുക്കണം. മറന്നുപോയ നന്മകൾ ചെയ്യുമെന്നുള്ള തീരുമാനം ദൈവസന്നിധിയിൽ ഉണ്ടാകണം. എന്നെ ശപിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. നഷ്ടം വരുത്തിയിട്ടുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കണം. ശപിച്ചവർക്ക് വേണ്ടി അനുഗ്രഹിച്ചപേക്ഷിക്കണം. നാളെ എന്ന് പറയുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടാതെ എനിക്ക് പേര് പോലും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അപേക്ഷിക്കണം. ഓർഗൻ പിതാവ് പണ്ട് പ്രാർത്ഥിച്ചു പഠിപ്പിച്ചു പറഞ്ഞു, സഭാപിതാവായി ഓർഗൻ പറഞ്ഞു, സാത്താൻ പോലും അവസാനം രക്ഷിക്കപ്പെട്ടേ പറ്റുമല്ലോ. ദൈവമേ, സാത്താൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി വേറെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിന്നിൽ എങ്ങനെ ഒന്നായി ചേർക്കപ്പെടുന്നത്? അത് വേറൊരു എൻറ്റിറ്റിയായിട്ട് പോകുമല്ലോ. പിതാക്കന്മാരൊക്കെ അതിനെ തടസ്സപ്പെടുത്തി, ആ ഒരു യാചനയെ തടസ്സപ്പെടുത്തി, പഠിപ്പിക്കലിനെ തടസ്സപ്പെടുത്തി. കാരണം സാത്താൻ പോലും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പിന്നെ ധാർമ്മികതയുടെ കാര്യമില്ല, അത് വേറെ രീതിയിലായി പോകും. പക്ഷേ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനു കൂടി ഒരു പക്ഷേ പശ്ചാത്താപം വന്നുകൂടായികയില്ല എന്ന് ചിന്തിച്ച പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തികളെ മറക്കുക. ലോകത്തിന്റെ അറ്റത്തോളമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി, ഭവനമില്ലാത്തവർക്ക് വേണ്ടി, ഹൃദയസമാധാനമില്ലാത്തവർക്ക് വേണ്ടി, മാരക രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് അപേക്ഷിച്ച് നോക്കിക്കേ. അങ്ങനെ അപേക്ഷിക്കുമ്പോഴേ ആ അപേക്ഷയുടെ പൂർണ്ണത
വ്യക്തമായി തീരത്തുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ഡയറി കുറിപ്പായിട്ടുണ്ട്. അതിലൊരു ഡയറി കുറിപ്പിലെ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരു വ്യക്തി പരിമല തിരുമേനിയുടെ അടുക്കല് ഒരു സഹായത്തിനു വേണ്ടി ചെന്നു. തിരുമേനി അന്നത്തെ കാലത്ത് ഓർത്തോണം, 1890കളിൽ തന്നെ പുലിക്കോട്ടിലെ രണ്ടാമൻ തിരുമേനി 280 സ്കൂളുകളാണ് തുടങ്ങിയത്. അതായത് എല്ലാം നല്ല സ്കൂളുകളാണ്. അന്ന് മറ്റാരും അത്രയും സ്കൂളുകളൊന്നും തുടങ്ങിയിട്ടില്ല. പുറജാതി മിഷന്റെ പ്രവർത്തനം അതിശക്തമാണ്. അനേകം പുറജാതികളെ അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ളപ്പോൾ ചേർത്ത് നിർത്തിയ പിതാവ് 1836 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു കഴിഞ്ഞിട്ട് പോലും സ്വാതന്ത്ര്യത്തോടെ ക്ഷേത്രങ്ങളിൽ, പിന്നീട് നമ്മുടെ ഒന്നും ദേവാലയങ്ങളിൽ പോലും കയറ്റാതിരുന്ന ഒരു കാലഘട്ടം, അത്രമാത്രം നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതിരുന്ന കാലഘട്ടത്തിൽ ഓടി നടന്ന് പ്രവർത്തിച്ചു. കിട്ടുന്നതിൻ്റെ 100 മടങ്ങ് ചെലവഴിച്ചു, ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചത്, തിരുമേനി എനിക്കൊരു സഹായം വേണം, കൊടുക്കാനൊന്നുമില്ല. ദൈവസന്നിധിയിൽ അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ അദ്ദേഹത്തിന് കൊടുക്കാനൊന്നുമില്ല, എന്താ ചെയ്യേണ്ടത്? ഒരു കൽപ്പന പേപ്പർ എടുത്തു, ഒരു കത്തെഴുതി. അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് കത്തെഴുതി. ആ കത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരുന്നത്, ഈ കത്തുമായി വരുന്ന ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കണം, അന്നത്തെ കാലത്ത് ഇത്ര കൊടുക്കണം. അതൊരു മെയ് മാസത്തിലാണ്. വരുന്ന ചിങ്ങമാസം എന്ന് വെച്ചാൽ ഒരു സെപ്റ്റംബർ ഒക്കെ അടുക്കുന്ന സമയം, ഓഗസ്റ്റ് അവസാന സെപ്റ്റംബറിൽ, ആ സമയത്തേക്ക് അദ്ദേഹം ആ പണം തന്നു തീർത്തുകൊള്ളും. ഇനി എന്തെങ്കിലും കാരണവശാൽ തരാൻ പറ്റിയില്ലെങ്കിൽ നാം അത് തന്നു തീർത്തുകൊള്ളാം. എന്ന് വെച്ചാൽ സ്നേഹമുള്ളവനോട് ഇന്നാക്ക് കൊടുത്തേര് ചാരിറ്റി കൊടുത്തെന്ന് പറയുകയല്ല, അത് കൊടുക്കണം, അദ്ദേഹം തിരിച്ചു തരും. തരാൻ പറ്റിയില്ലെങ്കിൽ അത് നാം തന്നു തീർത്തുകൊള്ളാം. തിരുമേനിയുടെ മറ്റൊരുപാട് പേർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ശുപാർശകളൊക്കെ ശ്രദ്ധേയമാണ്. ചിലർക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എനിക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അറിയാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനാണ്, അദ്ദേഹം ദൈവത്തെ വിളിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെയുള്ള അഡ്രസ്സോട് കൂടിയ തിരുമേനി ഓരോരുത്തർക്ക് കത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സഭയിൽ ഭിന്നതയും തർക്കവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് വിദേശത്തു നിന്ന് വരുന്ന പിതാക്കന്മാരൊക്കെ പരിമല തിരുമേനിയോട് ഓരോരുത്തരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഇഷ്ടം അങ്ങനെ പറയണമെന്നല്ലായിരുന്നു. അപ്പം അവരാഗ്രഹിച്ച ചില മറുപടി കിട്ടണം. പക്ഷേ പരിമല തിരുമേനി മറുപടി കൊടുക്കുമായിരുന്നു, കൃത്യമായിട്ട് കൊടുക്കും. അയ്യോ, അവർ ഭയങ്കരം പ്രാർത്ഥിക്കുന്നവരാ, ഒരു കള്ളത്തരവും ചെയ്യുന്നവരല്ല, ഒരു കള്ളത്തരം ചെയ്യത്തില്ല, നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്, ഇടവക ഭംഗിയായി കൊണ്ടുപോകുന്നവരാണ്. തിരുമേനി പലർക്കും കൊടുത്തിട്ടുള്ള കത്തുകൾ ഇന്ന് ലഭ്യമാണ്. കാരണം അത്രമാത്രം മറ്റുള്ളവരെക്കുറിച്ച് നന്മ മാത്രമേ പറയാൻ അദ്ദേഹത്തിന് അറിയത്തുള്ളായിരുന്നു. അദ്ദേഹം ഒരുപാട് പീഡകളൊക്കെ ഏറ്റിട്ടുണ്ട്, ദുഷി കേട്ടിട്ടുണ്ട്, സംശയഗ്രസ്തനായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട്, എതിർപ്പുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ എതിർപ്പുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടും പരാതിയില്ലായിരുന്നു, പരിഭവമില്ലായിരുന്നു. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഓർത്തോണം, കേവലം 55 വയസ്സുപോലും തികയ്ക്കാൻ പറ്റാത്ത ഒരു പുണ്യവാൻ, ഒരു ചെറുപ്പക്കാരൻ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ യൗവനം മാറിയെന്ന് പറയാൻ പറ്റത്തില്ല, മധ്യവയസ്സായെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതിനു മുൻപ് തന്നെ രോഗാതുരനായിട്ടും അമ്മ ചെറുപ്രായത്തിൽ പോയിട്ടും സ്നേഹിച്ചവരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടും പലവിധമായ പ്രതിസന്ധികൾ വന്നിട്ടും അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന കല്ലാശ്ശേരി ബാവ പരിമല തിരുമേനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല സാക്ഷ്യങ്ങളുണ്ട്. അതിലൊരു സാക്ഷ്യം ഇപ്രകാരമാണ്, ഇത്ര സന്തുഷ്ടനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം കാതോലിക്കയായിട്ട് മാറ്റപ്പെട്ടതാ. ഇത്ര സന്തുഷ്ടനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നവനെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രമാത്രം ദൈവത്തെ മുഖാമുഖമായി സാക്ഷിച്ചവനെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രമാത്രം സഹോദരങ്ങളെ സ്നേഹിച്ചവനെ ഞാൻ കണ്ടിട്ടില്ല. ഓർത്തോണം പ്രിയമുള്ളവരെ, ഇത്രമാത്രം സന്തുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ അദ്ദേഹത്തിന് സന്തുഷ്ടനാകാൻ സാധിച്ചു? ഞാൻ നിങ്ങളുമൊക്കെ ഇല്ലാത്തതിനെ ഓർത്ത് പരിഭവപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവമാർക്കും കടക്കാരനല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിച്ച ആ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകണം. നിങ്ങളുടെ എത്രയോ തലമുറകൾ, പൂർവികര് പരിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് പോയി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഒരിക്കലും കിട്ടത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുത്തു. രോഗത്തിൽ, പ്രതിസന്ധിയിൽ, വേദനകളിൽ,
സമാധാനം കണ്ടെത്തി. ഇന്നും ഈ നാട്ടില്, ഈ തൂത്തുക്കുടിയില് ഇത്രമാത്രം കമനീയമായ അലങ്കാരത്തോടുകൂടി മനോഹരമായ രീതിയിൽ ഈ പെരുന്നാൾ കൊണ്ടാടുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ നോക്കുക, ഞാനൊരു പെരുന്നാൾ കൊണ്ടാടും, ആഘോഷത്തോടെ കൊണ്ടാടും, ആളുകളെ കൂട്ടും, നേർച്ച കൊടുക്കും. പ്രിയമുള്ളവർ, ഇതുകൊണ്ടൊന്നും പെരുന്നാൾ നടക്കത്തില്ല, ഇതുകൊണ്ടൊന്നും ദൈവം സന്തോഷിക്കത്തില്ല. പക്ഷേ ദൈവം ആഗ്രഹിച്ച് നിങ്ങളോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ആ പുണ്യവാനെ ഓർക്കണം. കാലാവസ്ഥ ഞാൻ അനുകൂലമാക്കി തന്നുകൊള്ളാം, വരാൻ പറ്റത്തില്ലെങ്കിലും യാത്രയ്ക്കുള്ള ക്രമീകരണം തരാം. ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ, പല സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെ കുറച്ചു പേരേ ഉള്ളെങ്കിലും പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ട്. വരാതിരിക്കാനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എന്നാലും പുണ്യവാന്റെ പെരുന്നാൾ കൊണ്ടാടുവാണ്. തൂത്തുക്കുടി ദേവാലയത്തിൽ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെ? ആ ഒരു വലിയ പ്രതീക്ഷയോടാണ് നിങ്ങൾ വന്നത്. നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ നടക്കുന്ന പെരുന്നാളും റാസയും അനുഗ്രഹമായി തീരട്ടെ. ദൈവം തന്റെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.